കേരളത്തിലെ ബംഗാളി ഹിക്കാൻ്റെ ഒരു മാപ്പ് ഇന്ന് പുറത്തു വന്നിരുന്നല്ലോ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോടുള്ള നിരുപാധിക മാപ്പ്. ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ മുമ്പിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിൻ്റെ പിന്നിൽ അന്നുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്. ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗം. ഈ മാപ്പിനെ സംബന്ധിച്ച് അത് പുറത്ത് വന്ന് കേട്ടോടനെ മലപ്പുറം DCC പ്രസിഡൻ്റായിട്ടുള്ള വി ജോയ് ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതികരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന കേട്ടിട്ട് ചൊറിഞ്ഞുകൊണ്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത്. PV അൻവർ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം നിന്ദ്യവും നികൃഷ്ടവുമാണ്. ആഫ്രിക്കൻ രാസലഹരിക്ക് അടിമപ്പെട്ട ഒരു അധമന്റെ ജൽപ്പനങ്ങളായി മാത്രമാണ് ഞങ്ങൾ ഈ പ്രസ്താവനയെ കാണുന്നത്. അതെ, ആഫ്രിക്കൻ ലഹരിക്ക് അടിമയായ ഒരു അൽപ്പന്റെ ജൽപ്പനമായാണ് ഇപ്പോഴത്തെ ഈ മാപ്പിനെ കാണുന്നതെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറയാതിരിക്കും? ചില്ലറയാണോ സതീശനെ അപമാനിച്ചത്? എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ സതീശൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പാർട്ടിയിലോട്ട് ലയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോൾ ഇന്നലകളിൽ ഞങ്ങൾക്കുണ്ടായ വേദന മാറുമോ? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോയിയുടെ ഈ പ്രതികരണം. ഇവിടെയും തീർന്നില്ല. ആ മാപ്പും ഒരു കോപ്പും എനിക്ക് വേണ്ട എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പിന്നെയും പറഞ്ഞു ഒരു പഞ്ച് ഡയലോഗ്. സുബോധം നഷ്ടപ്പെട്ടാൽ സ്വന്തം പിതാവിന്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യാൻ മടിക്കാത്ത ആളാണ് അൻവർ. അതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല. അറിയിക്കുന്ന അവജ്ഞയോടെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ഞങ്ങൾ തള്ളിക്കളയുക. പിതാവിന് വരെ, ഷൗക്കത്ത് അലിയുടെ പിതാവിന് വരെ ബംഗാളി ഹിക്കാന്റെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ കിൻഡർ ജോയ് അനുസ്മരിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇവിടെയും തീർന്നില്ല. കിൻഡർ ജോയ് എന്നും മറ്റേ ജോയ് എന്നും മറിച്ച ജോയ് എന്നൊക്കെ കഴിഞ്ഞ കുറേ കാലം ആക്ഷേപിച്ചതിന് ശേഷം അതേ ഇപ്പോൾ മാപ്പുമായിട്ട് വരുമ്പോൾ ഇന്നലകളിൽ എനിക്കുണ്ടായ അപമാനം തീരുമോ? അതുകൊണ്ടാണ് ഏറ്റവും അവസാനം ഈ പഞ്ച് ഡയലോഗ് കൂടി പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. മാന്യന്മാരുടെ മുഖത്ത് കോലം വരയ്ക്കുന്ന ഈ കോമാളിയെ അടിയന്തരമായി ചങ്ങലക്കിട്ട് തളയ്ക്കാനാണ്. ആത്മാഭിമാനം ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല. കാര്യം ഓരോ സന്ദർഭത്തിൽ ഓരോ പിതാക്കന്മാരാണല്ലോ. പിണറായി എനിക്ക് ബാപ്പ മാതിരി, ഷൗക്കത്ത് അലി ഒറിജിനൽ, പിന്നീട് എൻ്റെ സാഹചര്യത്തിനനുസരിച്ച് പിണറായി എൻ്റെ പിതാവായിരുന്നു, അതിനുശേഷം സ്റ്റാലിൻ എനിക്ക് അപ്പ മാതിരി. ആ അപ്പ കൈവിട്ടപ്പോൾ ചന്ദ്രബാബു നായിഡു എനിക്ക് ഉയിർ എന്ന് പറയണമെന്ന് വിചാരിച്ചു. കളി നടക്കില്ലെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത വണ്ടി കയറി ആം ആദ്മി പാർട്ടിയിൽ ശ്രമം നടത്തി ഏറ്റവും ഒടുവിൽ തൃണമൂലിൻ്റെ കരയ്ക്കടിഞ്ഞത്. ആ കരയ്ക്കടിഞ്ഞതിന് ശേഷം ബംഗാളി ബേബിയായിട്ട് മാറിയിരിക്കുന്ന ഈ വ്യക്തി, ഇദ്ദേഹം നാളെ UDF വന്നു കഴിഞ്ഞാൽ ഇന്നലകളിൽ പറഞ്ഞതിൻ്റെ ഇരട്ടി ചിലപ്പോൾ എൻ്റെ തലമുകളിൽ വന്ന് പറയാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പൊട്ടിത്തെറിച്ച പ്രതികരണം ജോയ് നടത്തിയിരിക്കുന്നത്. കുറ്റം പറയാൻ പറ്റില്ല. ഏത് ജോയ് ആണെങ്കിലും ഉള്ളിൽ കുറച്ച് അഭിമാനമുണ്ടെങ്കിൽ കുഴിമന്തിയുടെ പുതിയ രൂപഭാവത്തിൽ വന്നാലും ഉള്ളാലെ കിടക്കുന്ന ആ സ്വഭാവം അത് ഒരിക്കലും മാച്ച് കളയാൻ പറ്റാത്ത ഫ്രോഡത്തരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രതികരണമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു.